ഹലോ ഹായ് ഇറ്റ്സ് മീ ഒരു സിനിമ ചേട്ടൻ. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ സൈക്കോ കില്ലർ കഥ പറയുന്ന അല്ലെങ്കിൽ തമിഴിലെ സൈക്കോളജിക്കൽ ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു 5 സിനിമയുടെ വിശേഷങ്ങളാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഗംഭീരമായി ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ പറ്റിയ 5 സിനിമകൾ തന്നെയാണ്. അപ്പോൾ വീഡിയോ ദയവായി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ മൂവീസ് എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും കമന്റ് ചെയ്യാനായി മറക്കരുത്. ഞാൻ ഈ പറയുന്ന 5 സിനിമകളുടെയും ഡൗൺലോഡ് ലിങ്കുകൾ എന്റെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 5 മൂവീസ് എന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. 2011 ഒരു സൈക്കോ ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് യുദ്ധം സേ. യുദ്ധം സേ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ചേരനാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചേരന്റെ സിസ്റ്ററിനെ ഒരു സമയത്ത് മിസ്സിംഗ് ആവുകയാണ്. ചേരന്റെ ഈ പെങ്ങളെ അന്വേഷിക്കുന്നതിനിടയിൽ ചേരന് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു സൈക്കോ കില്ലർ കുറെ പെൺകുട്ടികളെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്ന ആ ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം ചേരൻ തിരിച്ചറിയുകയാണ്. അങ്ങനെ തന്റെ പെങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള അന്വേഷണങ്ങളാണ് ഈ സിനിമയുടെ കഥയുടെ പ്ലോട്ട് എന്ന് പറയാം. തീർച്ചയായിട്ടും ഗംഭീരമായി തന്നെ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ത്രില്ലർ മൂവി തന്നെയാണ് യുദ്ധം സേ എന്ന ഈ ഒരു ചിത്രം. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായി ഇപ്പൊ തന്നെ എന്റെ ടെലഗ്രാം ചാനലിൽ പോയി കാണാവുന്നതാണ്. 7.9 out of 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ രണ്ടാമത്തെ ചിത്രമായിരുന്നു. என்ன மோட்டிவா இருக்கும் புரியல எதுவுமே புரியல. 2017 തമിഴിൽ ഒരു സൈക്കോ ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് മായവൻ. മായവൻ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ നമ്മുടെ ഇതിലെ ഹീറോ ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. അങ്ങനെ ഒരിടത്ത് ഒരു കൊലപാതകം നടക്കുകയാണ്. അങ്ങനെ ആ കൊലപാതകത്തിന്റെ അന്വേഷണങ്ങളുമായി നമ്മുടെ ഹീറോ ചെല്ലുകയും അങ്ങനെ ഒരു സൈക്കോ കില്ലറെ പിടികൂടുകയും സൈക്കോ കില്ലറെ പിടികൂടുന്ന ഈ ഒരു സാഹചര്യത്തിൽ സൈക്കോ കില്ലർ കൊല്ലപ്പെടുകയാണ്. അങ്ങനെ തുടർന്ന് കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും മറ്റൊരു കൊലപാതകം നടക്കുകയാണ്. അങ്ങനെ ആ ക്രൈം സ്പോട്ടിൽ എത്തുന്ന നമ്മുടെ ഇൻസ്പെക്ടർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നടന്ന ആ ഒരു കൊലപാതകത്തിന്റെ അതേ പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് എന്നുള്ള സത്യം അദ്ദേഹം തിരിച്ചറിയുകയാണ്. അങ്ങനെ വീണ്ടും വീണ്ടും തുടർച്ചയായി ഒരുപാട് മർഡേഴ്സ് നടക്കുകയാണ്. അങ്ങനെ ഈ പോലീസ് ഓഫീസർ ആകെ പരിഭ്രാന്തിയിലാവുകയാണ്. കാരണം ആദ്യം കൊല്ലപ്പെട്ട ആ ഒരു കില്ലറിന്റെ അയാളുടെ അതേ പാറ്റേണിൽ തന്നെയാണ് പിന്നെയുള്ള കൊലപാതകങ്ങൾ നടക്കുന്നത്. അപ്പോൾ ആരാണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെ അറിയാനുള്ള ഒരു അന്വേഷണമാണ് മായവൻ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട്. തീർച്ചയായും ഗംഭീരമായി ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7.2 out of 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ മൂന്നാമത്തെ ചിത്രമായിരുന്നു. அவன் நடவடிக்கையில வித்தியாசம் இருந்தது. அதாவது இன்னொருத்த உடம்புல சார் சொன்ன மாதிரி பேய் இறங்கிடும். 2017 AR മുരുകദാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു സൈക്കോ ത്രില്ലർ മൂവിയാണ് സ്പൈഡർ. മഹേഷ് ബാബു ആണ് ഇതിലെ പ്രധാന കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മഹേഷ് ബാബുവിന്റെ ആദ്യത്തെ തമിഴ് ചിത്രമാണ് സ്പൈഡർ എന്ന് എനിക്ക് തോന്നുന്നു. ഇതിലെ കഥയുടെ ഒരു പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ഒരു ഇന്റലിജൻസ് ഓഫീസറായ മഹേഷ് ബാബു ഫോൺ കോളുകൾ ട്രാക്ക് ചെയ്യാനായി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ആ നഗരത്തിൽ തുടർച്ചയായി നടക്കുന്ന കൊലപാതകങ്ങളുടെ അന്വേഷണമായി മഹേഷ് ബാബു ഇറങ്ങുകയാണ്. തുടർന്ന് കില്ലർ ആരാണ്, എന്താണ് അയാളുടെ മോട്ടീവ് എന്നൊക്കെ കണ്ടെത്തുന്ന അന്വേഷണങ്ങൾ തന്നെയാണ് കഥയുടെ പ്ലോട്ട് എന്ന് പറയാം. തീർച്ചയായിട്ടും അതിഗംഭീരമായി തന്നെ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ത്രില്ലർ മൂവി തന്നെയാണ് സ്പൈഡർ എന്ന ഈ ഒരു ചിത്രം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായി ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 6.3 out of 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ നാലാമത്തെ ചിത്രമായിരുന്നു. 2020 മിഷ്കിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ് സൈക്കോ. സൈക്കോ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ നമ്മുടെ ഇതിലെ സൈക്കോ കില്ലറിന്റെ കുട്ടിക്കാലത്ത് സംഭവിച്ച ഒരു ഇൻസിഡന്റ് അയാളെ ഭാവിയിൽ രക്തദാഹിയായ ഒരു ക്രിമിനൽ ആക്കി മാറ്റുക. അങ്ങനെ തുടർന്ന് ഈ സൈക്കോ കില്ലർ പെൺകുട്ടികളെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. ശേഷം നമ്മുടെ ബ്ലൈൻഡ് ആയ ഹീറോ, അന്ധനായ നമ്മുടെ ഹീറോ ഈ ഒരു സംഭവത്തിൽ ഇൻവോൾവ് ആവുകയാണ്. പിന്നെ തുടർന്ന് നടക്കുന്ന അതിഗംഭീരമായ ത്രില്ലിംഗ് മൊമെന്റ്സ് തന്നെയാണ് കഥയുടെ ഒരു ഹൈലൈറ്റ് എന്ന് നമുക്ക് പറയാം. തീർച്ചയായും സൈക്കോ എന്ന ഈ ഒരു ചിത്രം കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായി ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. 6.1 out of 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5ാമത്തെ ചിത്രമായിരുന്നു. 2020 തമിഴിൽ ഒരു സൈക്കോ ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് പെൻഗിൻ. പെൻഗിൻ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ കുട്ടികളെ ലക്ഷ്യമാക്കി കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്ന ഒരു സൈക്കോ കില്ലർ. അങ്ങനെ ഇതിലെ ഹീറോയിനായ കീർത്തി സുരേഷിന്റെ മകനെയും ഇതേ സൈക്കോ കില്ലർ തട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ പ്രഗ്നന്റ് ആയ നമ്മുടെ ഹീറോയിൻ തന്റെ മകന് വേണ്ടി നടത്തുന്ന കുറെ അന്വേഷണങ്ങളും അവസാനം ആ സൈക്കോ കില്ലറിനെ കണ്ടെത്തുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമാണ് ചിത്രത്തിന്റെ ഒരു ഹൈലൈറ്റ്. തീർച്ചയായിട്ടും അതിഗംഭീരമായി തന്നെ പേടിച്ച് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സൈക്കോ കില്ലർ മൂവി തന്നെയാണ് പെൻഗ്വിൻ എന്ന ഈ ഒരു ചിത്രം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായി ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 4.5 out of 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്.
അപ്പോൾ ഇതൊക്കെയാണ് തമിഴിൽ ഇറങ്ങിയ സൈക്കോ കില്ലർ കഥ പറയുന്ന 5 സൈക്കോളജിക്കൽ ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് അറിയാവുന്ന മറ്റു സിനിമകൾ ഉണ്ടെങ്കിൽ ഉറപ്പായും കമന്റ് ചെയ്ത് ആ സിനിമകൾ അറിയിക്കുക. ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഗംഭീരമായ എപ്പിസോഡുമായി കാണുന്നവരെ ബൈ ബൈ.